കോഴിക്കോട് കുന്ദമംഗലത്ത് വീട്ടിനുള്ളിൽ സ്ഫോടനം, 2 പേർ മരിച്ചു, 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പടക്ക നിർമ്മാണത്തിനിടയിലായിരുന്നു സ്ഫോടനമെന്നാണ് സംശയം. വിശദാംശങ്ങളുമായി അനന്തു രാമചന്ദ്രൻ ചേരുന്നു. അനന്തു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മരിച്ച 2 പേരുടെ പേരുവിവരങ്ങളാണ്. അത് രാഹുൽ എന്നാണ്. ഒപ്പം തന്നെ പരിക്കേറ്റത് വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ വിഷ്ണുവിന്റെ അളിയനും അനിയനുമാണ് മരിച്ച രാഹുൽ. ഇപ്പോൾ MLA പറഞ്ഞതുപോലെ തന്നെ മറ്റാരുടെയെങ്കിലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ടോ, ഒരു കുട്ടിയുടെ കാര്യം ഇപ്പോൾ MLA പറഞ്ഞ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവിടെ ഭക്ഷണം കഴിച്ചതിന്റെ ഒരു അടയാളങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശേഖരിച്ചു വെച്ച പടക്കമാണോ അതോ നിർമ്മിക്കുന്നതിനിടെ പൊട്ടിയതാണോ എന്ന് അറിയില്ല. എന്തായാലും പടക്കത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പടക്ക നിർമ്മാണം ശാല എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ ഈ സീസണൊക്കെ ആകുമ്പോൾ വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് ഇവര് ഇങ്ങനെ പടക്ക നിർമ്മാണമൊക്കെ നടത്തും. അങ്ങനെ സംഭവിച്ചതാണോ എന്നറിയില്ല. നമുക്ക് മുൻപ് കണ്ണൂരടക്കമുള്ള ജില്ലകളിൽ ഇത്തരം പടക്ക നിർമ്മാണ ശാലകളൊക്കെ പ്രവർത്തിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്ത അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു സാധ്യത കൂടി ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ഡീറ്റെയിലുകൾ ലഭിക്കുന്നില്ല. ഇപ്പോ പോലീസും ഒപ്പം തന്നെ അഗ്നിരക്ഷാസേനയും അവിടെ എത്തിയിട്ടുണ്ട്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ ഈ വിഷ്ണുവിന്റെയും ഭാര്യയുടെയും പരിക്ക് ഗുരുതരമാണെന്ന് കൂടി അറിയുന്നു അനില. അവരെ ഇപ്പോൾ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശരിയാണെന്തു. കോഴിക്കോട് കുന്നമംഗലത്ത് വീട്ടിനുള്ളിൽ സ്ഫോടനം, 2 പേർ മരിച്ചു, 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മരിച്ച 2 പേരുടെയും പേര് രാഹുൽ എന്നാണ്. ഇവരുടെ പരിക്കേറ്റ ഒരാളുടെ പേര് വിഷ്ണു എന്നാണ്. അയാളുടെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.